മസാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ഈസി റെസിപ്പിയാണ്. അതായത് നമുക്ക് ഉള്ളിവട തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. പെട്ടെന്ന് ഈസി ആയിട്ട് എങ്ങനെ ഉള്ളിവട തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനല്ലേ എപ്പോഴും പറഞ്ഞത് ബോറാക്കുന്നില്ല. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും സവോളയൊക്കെ കൂടെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. നന്നായിട്ടൊന്നും അരിയണ്ട, കനം കുറച്ച് അരിഞ്ഞെടുക്കണം. അപ്പോൾ 2 തണ്ട് കറിവേപ്പില, 6 ഉള്ളി, 2-3 പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടെ അങ്ങോട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. നന്നായിട്ട് നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ. ഉള്ളി അരിയുമ്പോൾ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് തണുത്ത വെള്ളത്തിൽ ഐസ് വാട്ടറിലിട്ട് വെച്ചിരുന്നാൽ മതി. കണ്ണ് നിറഞ്ഞു വരില്ല കേട്ടോ, കരയാതിരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നന്നായിട്ടങ്ങ് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിവടയ്ക്ക് ഇനി ആർജു വട എന്നൊക്കെ ഇനി പേരിടണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആർജുവിൻ്റെയും ഫുക്രുവിൻ്റെയൊക്കെ കാലമാണ്. അവർക്കൊക്കെ വ്യൂസൊക്കെ ഉള്ളൂ. ആർജു അല്ലെങ്കിൽ ഫുക്രു എന്ന് പറഞ്ഞ കാര്യമില്ല, ഡിസ്ലൈക്കായി പോകും. ഇതൊക്കെയാണ് കാലത്തിൻ്റെ പോക്ക്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും 4 മണിക്ക് നല്ല വിശന്നിരിക്കുന്ന സമയത്ത് ഒരു ഉള്ളിവടയും ചായ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത്രയും ടേസ്റ്റ് അർജുനൊന്നും വരില്ല കേട്ടോ. ഇനി അർജുൻ എന്നൊക്കെ പറഞ്ഞെന്ന് വെച്ചിട്ട് നമ്മുടെ പാവപ്പെട്ട ചാനലാണ് കേട്ടോ. പാവം തട്ടുകടയാണ്, 5 സ്റ്റാർ ഹോട്ടലൊന്നും അല്ല. അതുകൊണ്ട് ഒന്നും പൊട്ടിക്കാൻ നോക്കിക്കളയരുതേ. അപ്പം നമ്മുടെ ഉള്ളിയും കൂടെ നന്നായിട്ടങ്ങ് അരിഞ്ഞെടുക്കാം. കുഞ്ഞായിട്ടങ്ങ് അരിഞ്ഞ് ചേർക്കണം. ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നല്ലപോലെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞെടുത്ത് ഈ ഉള്ളിയിലേക്ക് ഇട്ടു. അപ്പോൾ സവോളയും ഇഞ്ചിയും പച്ചമുളകും, അതിലേക്ക് ഇച്ചിരി ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെന്താണെന്നറിയാമോ, 1 ടീസ്പൂൺ ഷുഗർ, പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്ത് ഉള്ളി നന്നായിട്ടങ്ങ് തിരുമ്മിയെടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിൽ വെള്ളം ചേർക്കേണ്ടി വരില്ല. പഞ്ചസാര ഉള്ളിയും കൂടെ ചേർത്ത് തിരുമ്മുമ്പോൾ ഉള്ളിയിൽ നിന്ന് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വരും കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലപോലെ കൈകൊണ്ട് തിരുമ്മിയെടുക്കുക. ഈ പഞ്ചസാര ചേർക്കുമ്പോൾ ഉള്ളിക്ക് നല്ല ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്, ചെറിയൊരു മധുരവും അതുപോലെ തന്നെ നല്ല മൊരിഞ്ഞൊരു നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, നല്ല കളറുണ്ടാകും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 അല്ലെങ്കിൽ 1.25 ടീസ്പൂൺ മുളക് പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. നല്ല കളർ ഇട്ടണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്തോളൂ. പിന്നെ കുറച്ച് ഗരം മസാല, ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്തത്. ഒരു പിഞ്ച് കായപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് കുഴച്ച് കൊടുക്കുക. ഇച്ചിരി മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, കായം, ഗരം മസാലപ്പൊടി എല്ലാം കൂടെ, ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്താലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുരുമുളക് നന്നായിട്ട് ചതച്ചെടുത്തതോ അല്ലെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ അതോ ഇച്ചിരി ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം, നല്ലപോലെ തിരുമ്മിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 2.5 ടേബിൾ സ്പൂൺ കടലമാവ്, 2.5 ടേബിൾ സ്പൂൺ എടുത്തപ്പോൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുന്നു. അരിപ്പൊടി എടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇടുന്നത്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മൈദ 1 ടേബിൾ സ്പൂണിനകത്ത് നിന്നാൽ മതി കേട്ടോ. 3/4 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള കൂട്ടില്ലേ ഉള്ളിയുടെ, അതിലേക്ക് കുറേശ്ശെ പൊടികൾ ചേർത്ത് കുഴച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ വെള്ളം ചേർക്കാതെ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ്, നല്ല കറക്റ്റ് ടെക്സ്ചറിൽ നല്ല ടേസ്റ്റിൽ ഉള്ളിവട നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. കുറേശ്ശെ പൊടിയിട്ട് കൈ കൊണ്ട് തന്നെ നല്ലപോലെ തിരുമ്മി കൊടുക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ തിരുമ്മി എടുക്കുകയാണെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കേണ്ടി വരില്ല. കൈ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം, കൈ കൊണ്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം. കുറേശ്ശെ പൊടി ഇട്ടെടുക്കുക. ഒരുമിച്ച് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ എടുത്തിരിക്കുന്ന പൊടിയുടെ അളവ് കൂടുതലാണെങ്കിൽ വട ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ അകത്തൊന്നും നല്ല മൊരിഞ്ഞിട്ടുണ്ടാവില്ല, ഉള്ളിൽ അതിൻ്റെ ഇൻസൈഡിലൊന്നും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടാവില്ല. മാവിങ്ങനെ ഇരിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് കുറേശ്ശെ ചേർക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് മതിയാകും. കുറേശ്ശെ നന്നായിട്ടങ്ങ് തിരുമ്മി ചേർക്കുക. ഒരുപാട് അങ്ങ് പൊടിയായി പോകരുത്. അതുപോലെ പാകത്തിന് പൊടി കുറഞ്ഞു പോവുകയും ചെയ്യരുത്. ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കറക്റ്റ്, ഞാനിപ്പം എടുത്ത ഈ ഉള്ളിക്ക് ഇത്ര പൊടി കറക്റ്റാണ് കേട്ടോ. ഞാൻ എല്ലാ പൊടിയും ചേർത്തിട്ടുണ്ട് കണ്ടോ. അതെല്ലാം നമ്മളിപ്പോൾ എടുത്ത ആ പൊടികളില്ലേ അത് എല്ലാം കൂടെ ചേർത്തപ്പോൾ ഈ ഒരു പാകത്തിന് കിട്ടും. ഞാനിപ്പോൾ കുഴച്ച് കഴിയുമ്പോൾ കാണിക്കാം. കണ്ടോ, കറക്റ്റാണ്, ഒട്ടും വെള്ളം ചേർക്കാതെ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം, പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയാണ് എപ്പോഴും നാടൻ ഉള്ളിവടയുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റിൽ പൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ
ഇനിയിപ്പോൾ ലോക്ക്ഡൗൺ ടൈമൊക്കെയാണ് ഉള്ളിവട എന്താ വെളിച്ചെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ പോട്ടെ സൺഫ്ലവർ ഓയിലോ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ ആ ഓയിൽ എടുക്കുക. ഓയിൽ ചൂടായി നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ഉള്ളി ഇട്ട് നോക്കിയത് കേട്ടോ. കണ്ടോ, ഇട്ട് പാടെ തന്നെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നു. ഇനി നമുക്കിതിനെ ഇങ്ങ് എടുത്ത് മാറ്റാം. അതിന് എണ്ണയിൽ കിടന്ന് കരിഞ്ഞു പോകണ്ട. ഈ കണ്ടോ, ഞാനൊരു സ്പൂൺ വെച്ചാണ് ഇതിങ്ങനെ എടുത്തിടുകയാണ് ചെയ്യുന്നത്. കോരി കുറേശ്ശെ ഇങ്ങനെ എടുത്ത് ഇടുകയാണ് ചെയ്യുന്നത്. കൈ കൊണ്ട് ഉരുട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളി ഇങ്ങനെ അമർന്നു പോകുമ്പോൾ ആ മാവൊക്കെ അകത്തിരുന്നിട്ട് ഇങ്ങനൊരു നല്ല മൊരിഞ്ഞിട്ട് കിട്ടില്ല, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല, നല്ല കറുമുറയെ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് കുറേശ്ശെ ഇട്ട് പൊരിച്ചെടുക്കും. അപ്പോൾ ഉണ്ടല്ലോ ഉള്ളിയെല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വരും. ആ മൊരിഞ്ഞ ഉള്ളി കഴിക്കാൻ ആ വട കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്തായാലും. അപ്പോൾ നോമ്പ് തുറക്കി എന്തായാലും കഴിക്കാനൊരു ബെസ്റ്റായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അടിപൊളി സ്നാക്കാണ്. അത്യാവശ്യം സ്പൈസിയാണ്. അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് അറിയാമല്ലോ, ഉള്ളിയൊക്കെ ആകുമ്പോൾ വലിയ പ്രശ്നമൊന്നും, വയറിന് വലിയ പ്രശ്നമൊന്നും വരില്ല. അടിപൊളിയായിട്ടുള്ള ഒരു 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടോ, നല്ല കളറൊക്കെ ഇല്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞാൻ ഇനി എപ്പോഴും പറയുന്നില്ല, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.